ഭയത്തോടു കൂടിയിട്ട് നോക്കിക്കാണുകയാണ് ഇസ്രയേൽ പലസ്തീൻ വിഷയം. കാരണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ റമദാനിലും ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ റമദാനിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ബോംബാക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ നടുക്കുന്ന കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയവരാണ് നമ്മൾ. ചെറിയ ചെറിയ കുട്ടികൾ, കുഞ്ഞുങ്ങൾ രക്തമൊലിച്ചിട്ട് ഇങ്ങനെ അവരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ പലരും കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയവരാണ് നമ്മൾ. എന്തിനാണ് ഇങ്ങനെയുള്ള യുദ്ധം എന്നുള്ളത് ആവർത്തിച്ച് ചോദിച്ചവരാണ് നമ്മൾ. ഇതാ വീണ്ടും അത്തരമൊരു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ. മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ അക്സ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ അക്സ. ആ മസ്ജിദുൽ അക്സയിലേക്കാണ് ഇസ്രായേൽ സൈന്യം കടന്നു കയറുകയും അവിടെ പ്രാർത്ഥിക്കാനെത്തിയ വിശ്വാസികൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തത്. അതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുമാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി. എന്തിനാണ് തങ്ങൾ അകത്ത് കയറിയിട്ട് വിശ്വാസികൾക്ക് നേരെ വെടിവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം നൽകിയ മറുപടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. പ്രക്ഷോഭകരായിട്ടുള്ള കുറച്ച് ആളുകൾ അതിൻ്റെ അകത്തേക്ക് കയറി എന്നുള്ള സംശയത്തിനെ തുടർന്നാണ് ഞങ്ങൾ അകത്ത് കയറിയതും പിന്നീട് അങ്ങോട്ട് നടന്നതൊക്കെ പരസ്പരമുണ്ടായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. അതായത് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത്. പക്ഷേ അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. കാരണം തോക്കുധാരികളായിട്ടുള്ള അത്യാധുനിക തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ സൈന്യം അവരെ ആക്രമിക്കുകയാണ്. അവർ തോക്കിനെതിരെ തിരിച്ച് പ്രതിരോധിക്കുന്നത് കല്ലുകൊണ്ടും അതുപോലെ തന്നെ വടികഷ്ണങ്ങൾ കൊണ്ടുമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരാണ് അവിടെ ആക്രമണം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പ്ലാനഡ് ആയിട്ട് തോക്ക് കൊണ്ടോ ബോംബ് കൊണ്ടോ ആരും അവിടെ പോയിട്ടില്ല. മറിച്ച് ആരുടെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്? ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിലാണ്. കാലങ്ങളായിട്ട് മസ്ജിദുൽ അക്സയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിൽ തന്നെയാണ്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ തന്നെയാണ് അത് നിയന്ത്രിക്കുന്നുള്ളത്. അങ്ങനെ വിഷയം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. മണിക്കൂറുകൾക്കകം തന്നെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഹമാസിന്റെ പേരിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. റോക്കറ്റ് ആക്രമണം എന്ന് പറയുമ്പോൾ 9ഓളം റോക്കറ്റുകൾ വന്നിട്ട് ഇസ്രായേലിന്റെ നഗരപരിസരങ്ങളിൽ വന്ന് പതിച്ചു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ചില കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടെയും ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കാരണമായിട്ട് ഹമാസ് നൽകുന്നത് ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചാക്രമിച്ചു എന്നുള്ളതാണ്, പ്രതിരോധിച്ചു എന്നുള്ളതാണ്. എന്നാൽ പെടുന്നനെ മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ സൈന്യവും വീണ്ടും ഗസ മുനമ്പിലേക്കും ലെബനൻ അതിർത്തിയിലേക്കും ഒക്കെ മിസൈൽ ആക്രമണം നടത്തുന്നു. കാരണം ഇവിടെ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് അത്ര വലിയ ഒരു പ്രഹരമൊന്നും ഏൽപ്പിക്കാനാകില്ല. അതായത് പലസ്തീന്റെ ഭാഗത്ത് നിന്ന് പോകുന്ന റോക്കറ്റുകൾക്കൊന്നും അത്ര വലിയ പ്രഹരമൊന്നും ഈ പറയപ്പെടുന്ന ഇസ്രായേൽ രാജ്യത്തോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കെട്ടിടങ്ങൾക്ക് മീതെയോ സൈനികർക്ക് മീതെയോ ഒരിക്കലും അവർക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സാങ്കേതികപരമായിട്ടുള്ള കഴിവുകളൊന്നും അവർക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഇസ്രായേലിന്റെ അയൺ ഡോമുകളെ പോലും, അതായത് മിസൈലുകളെ തടയാനുള്ള ഇസ്രായേലിന്റെ സാങ്കേതിക സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഹമാസിന്റെ മിസൈലുകളൊക്കെ ഇസ്രായേലിന്റെ രാജ്യത്തേക്ക് പതിക്കുന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 2 ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്? എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹു വീണ്ടും അധികാരത്തിലേറിയിരിക്കുകയാണ്. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനകത്ത് ഒരു ആഭ്യന്തര യുദ്ധം എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ തിരിച്ചേ പറ്റൂ. അപ്പൊ ശ്രദ്ധ തിരിക്കണമെന്നുണ്ട് എങ്കിൽ രാജ്യസ്നേഹത്തിന്റെ ദേശസ്നേഹത്തിന്റെ കഥ പറയേണ്ടി വരും. അതിന് യുദ്ധം ആവശ്യമാണ്. അങ്ങനെ ഒരു യുദ്ധം ആവശ്യം ഉണ്ടാകുമ്പോൾ തന്നെയാണ് പൊതുവെ മസ്ജിദുൽ അക്സയെ ലക്ഷ്യം വെക്കുന്നത്. കാരണം മസ്ജിദുൽ അക്സയിൽ കയറിയിട്ട് വെടിവെപ്പ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് മാത്രമല്ല ഇസ്ലാമിക മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസ വികാരത്തെ മുറിവേൽപ്പിക്കുന്നതിന് സമാനമാണ്. കാരണം ഇപ്പോൾ ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് കയറി കഴിഞ്ഞാലും ഹൈന്ദവ ആരാധനാലയത്തിലേക്ക് കയറി കഴിഞ്ഞാലും ഇനി ജൂത മതസ്ഥരുടെ ആരാധനാലയത്തിലേക്ക് കയറി കഴിഞ്ഞാലും അവരുടെ മതവിശ്വാസ പ്രകാരം അവരെ വലിയ രീതിയിലുള്ള ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് തന്നെയാണ് അക്സയിലേക്ക് ഇസ്രായേൽ സൈന്യം കയറിയപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്തും സംഭവിക്കാം.
കാരണം ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം, ലോകം സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോവുകയാണ്. അതിനിടയിൽ പലസ്തീനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള അപകടം വിളിച്ചോതും. കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇസ്രയേലിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ല എങ്കിൽ ഏകപക്ഷീയമായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ തിരിച്ചടി ഹമാസിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ആക്രമണവും തിരിച്ചടികളും ഒന്നും ഉണ്ടാവരുത്, എവിടെയും ഒരാളും കൊല ചെയ്യപ്പെടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വിഷയത്തിൽ വ്യക്തമായൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് UN തയ്യാറാകണം. പലപ്പോഴും UN പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ എപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ചില പരിഹാരങ്ങളല്ലാതെ വലിയ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 22 അറബ് രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. മസ്ജിദുൽ അക്സയിലേക്ക് കയറിയിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ അവർ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതുകൂടാതെ സൗദിയും ഇറാനും ഒക്കെ പഴയതുപോലെയല്ല നല്ല ബന്ധത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അറബ് രാഷ്ട്രങ്ങളിൽ പലരും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആകപ്പാടെ ഇസ്രായേലിനെതിരെ തന്നെ 22 രാജ്യങ്ങൾ നിലപാടെടുക്കുന്നു. അവർ പറയുന്നത് മസ്ജിദുൽ അക്സയിലേക്ക് കയറിയത് കൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിശബ്ദരായിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിലൊക്കെ പലസ്തീന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ തുർക്കി നിലവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ഭൂചലനം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇസ്രായേൽ ഇപ്പോ ലബ്നൻ അതിർത്തിയിലേക്ക് മിസൈലുകൾ പായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗസ മുനമ്പിലേക്ക് വീണ്ടും മിസൈലുകൾ പായിക്കുന്നു. അതായത് മിസൈലുകൾ വർഷിക്കുന്നു. അങ്ങനെ ഇനിയും ഇപ്പോൾ 2 ഇസ്രായേൽ സൈനികർ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി ഇസ്രായേൽ സ്വാഭാവികമായിട്ടും നിശബ്ദത പാലിക്കില്ല, അവരും തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ സംഭവിച്ചതുപോലെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെടും. എത്രയോ കാലങ്ങളായിട്ട് ഇസ്രായേൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഈ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആർക്കും അവരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോകത്തിന് ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങളിൽ എടുത്തു പറയേണ്ട രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തിന് തന്നെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. റഷ്യയൊക്കെ ഉണ്ട്, പക്ഷെ ഇസ്രായേലിന്റെ ആയുധങ്ങൾ അത് അത്യാധുനിക ആയുധങ്ങളാണ്. പക്ഷെ ഇത്രത്തോളം ആയുധങ്ങളുള്ള ഇസ്രായേലിനെ ഒരു പരിധിവരെ പ്രത്യാക്രമണത്തിലൂടെ അവരെ മുൾമുനയിൽ നിർത്താൻ ഹമാസിന് സാധിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയുധ ശേഷികൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നോട്ട് പോക്ക് പലപ്പോഴും ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം ഹമാസ് അല്ലെങ്കിൽ ഈ ഹമാസ് എന്ന് മാത്രമല്ല മറിച്ച് പലസ്തീൻ ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് കാരണമായിട്ട് പറയുന്നത് ഇസ്രായേൽ ഒരിക്കൽ നമ്മളെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭീതി എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഒരു കാലത്ത് പലസ്തീൻ ജനത പിടിക്കും എന്നുള്ളതാണ്. അവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കാരണം ഒരു കാലത്ത് പിടിക്കും. അപ്പൊ അതിനു മുൻപ് തന്നെ അവരെ നിയന്ത്രിച്ചില്ല എങ്കിൽ തങ്ങൾക്കുള്ള ഏക വാസസ്ഥലവും ഇല്ലാതാകും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വാദം. കാരണം പണ്ട് ബ്രിട്ടൻ ഒപ്പിച്ച ഒരു പണിയാണിത്. പണ്ട് ബ്രിട്ടൻ യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ രാജ്യമാണ്, അറബികളുടെ പ്രദേശമാണ്. പക്ഷെ ബ്രിട്ടൻ അവിടെ ഒരു കളി കളിച്ചതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. കാരണം ബ്രിട്ടൻ അന്നെടുത്തൊരു തീരുമാനം അത് ജൂതവംശജർക്ക് കൊടുക്കാം എന്നുള്ളത്. എന്നാൽ ഇന്ന് വലിയ വിഷയമായി യഥാർത്ഥത്തിൽ അറബ് പ്രദേശങ്ങൾ തന്നെ ഇസ്രായേൽ പിടിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം യുദ്ധങ്ങളിലൂടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന പലസ്തീൻ പിടിച്ചടക്കി ഇസ്രായേലിന്റെ ഭാഗമാക്കി വെച്ചിട്ട് അവസാനം പലസ്തീന്റെ ഭൂപ്രദേശത്തിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ദയനീയമായൊരവസ്ഥ. എന്തായാലും ആക്രമണം ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങ് നിന്നായി കഴിഞ്ഞാലും ഇങ്ങ് നിന്നായി കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തന്നെ സമാധാന അന്തരീക്ഷം അവിടെ പുലരണം. അതിന് ലോകരാജ്യങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതിന് ആദ്യം മുന്നോട്ട് വരേണ്ടത് അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അവരാരും അത്രമേൽ ശബ്ദിക്കുന്നില്ല. 22 രാജ്യങ്ങളുടെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് നോക്കി കാണാം എന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ഇസ്രായേൽ ആയിക്കഴിഞ്ഞാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പലസ്തീൻ ജനതയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകില്ല.
അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മസ്ജിദുൽ അക്സയിൽ കയറിയിട്ട് ആക്രമണം അടിച്ചുവിട്ടപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇങ്ങ് നിന്ന് റോക്കറ്റുകൾ പോകുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൊല്ലപ്പെടാൻ പാടില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായിട്ട്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശ്രദ്ധ തിരിക്കാൻ ഒരു യുദ്ധം ഉണ്ടായേ മതിയാകും. അതിനു വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് നെതന്യാഹുവും സംഘവും കാണിക്കുന്നത്. എന്തായാലും ഈ ക്രൂരതക്ക് ലോകം ഒരിക്കൽ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.